ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഈ ട്രിപ്പ് മഹാബലിപുരത്തോട്ടാണ്. ഒട്ടും പ്ലാനോ പ്രതീക്ഷിക്കുകയോ ചെയ്യാതെ ഒരു യാത്ര പോവുകയാണ്. ജസ്റ്റ് ഒരു രാത്രി ഒരു സ്റ്റേക്ക് വേണ്ടി മാത്രമായിട്ട് പോവുകയാണ്. അങ്ങനെ മഹാബലിപുരത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കണിക്കൊന്ന മരം ഇഷ്ടം പോലെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കണ്ടു. നമ്മുടെ ഈ റോഡ് സൈഡിൽ മഞ്ഞ കളറ് പൂക്കളായിട്ട് ഈ കണിക്കൊന്ന നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയാമോ. അതും പക്ഷേ നട്ടുച്ചയാണ്. ആ നട്ടുച്ച വെയിലത്ത് ഞാൻ ഇറങ്ങി എടുത്ത വീഡിയോ ആയിരുന്നു അത്. നല്ല ടാറിട്ട കറുത്ത റോഡിൻ്റെ സൈഡിൽ മഞ്ഞയും പച്ചയും ഒക്കെ ആയിട്ട് ഈ മരങ്ങളും പൂക്കളും നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് മഹാബലിപുരത്ത് എത്തി. മഹാബലിപുരത്തേക്ക് കയറുന്ന വഴിയിലാണ് ആ നല്ലൊരു കൊത്തുപണിയൊക്കെയുള്ള ശില്പവും അമ്പലക്കുളമൊക്കെ കണ്ടത്. ഞാൻ ഒരു നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു. എന്നിട്ട് ആണ് യാത്ര തിരിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ചെക്ക് ഇൻ ഈ സ്റ്റേ ഉള്ള സ്ഥലത്ത്. അങ്ങനെ പിറ്റേന്ന് 1 മണിക്ക് ചെക്ക് ഔട്ടുമാണ്. അങ്ങനെ നമ്മളൊരു ഉച്ച അടുപ്പിച്ചാണ് ഈ റിസോർട്ടിലെത്തുന്നത്. അങ്ങനെ നമ്മുടെ റൂം ടൂറൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പായൽ പിടിച്ച ഒരു കൊച്ചു കുളം കണ്ടത്. ഇതിൽ ചെറിയ ഗപ്പിയുണ്ട്, പിന്നെ ചെറിയ ചെറിയ കൂത്താടികളും ഉണ്ട്. ഇപ്പോഴൊക്കെ നല്ല മഴക്കോള് കാണുന്നുണ്ട്, അപ്പോൾ രാത്രി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ ശില്പങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ ഒരു മെനു പേജ് വില അറിയാനായിട്ടിട്ടതാണ്. പിന്നെ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തു. ഇത് ബിബിംബാപ്പാണ്. അതൊരു കൊറിയൻ ചട്ടിച്ചോറ് പോലത്തെയാണ്. ഇത് നമ്മുടെ നാടൻ ചട്ടിച്ചോറ്, കൊഞ്ചുള്ള ചട്ടിച്ചോറാണ്. പിന്നെ സാലഡ്. ഫുഡിൻ്റെ റേറ്റൊക്കെ കത്തിയാണ്. പിന്നെ ക്വാണ്ടിറ്റി ഒരാൾക്ക് ഓക്കെയാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇത് കൊറിയൻ ലഞ്ചാണ് ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ മഷ്റൂമുണ്ട്, പിന്നെ കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ചീര, പിന്നെ മുട്ട ബുൾസൈ ആക്കിയിട്ടാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പ്രോൺസും ഉണ്ട്. ചോറ് കുറച്ച് വേവ് കുറവായിട്ടുള്ളതാണ്. ജാസ്മിൻ റൈസാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്പാ ചെയ്താലോ എന്ന് ഓർത്തു ഫുഡ് റിഫ്ലെക്സോളജി സ്പാ ചെയ്യാനായിട്ട് പോയി. സംഭവം ഒന്നുമില്ല, നമ്മുടെ കാല് പാദം തൊട്ട് കാൽമുട്ട് വരെ അവർ നന്നായിട്ട് ഇടിച്ച് ഞെക്കി പിഴിഞ്ഞ് ഒടിച്ച് എണ്ണയിട്ട് തിരുമ്മി ഒരു പരുവാക്കി തരും. ഇതിനെയാണ് ഈ റിഫ്ലെക്സോളജി എന്ന് പറയുന്നത്. എനിക്ക് ഈ ഫുഡ് മസാജ് ഞാൻ 1 മണിക്കൂറത്തെയാണ് എടുത്തത്. എന്തിൻ്റെ കേടായിരുന്നു എന്തോ ഒരാവശ്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ചെയ്തവരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൊണ്ട് തല വെച്ച് കൊടുത്തതാണ്. 1 മണിക്കൂർ എൻ്റെ ദൈവമേ, ഞാൻ ചക്രശ്വാസം വലിച്ച് പൊന്നീച്ച ചെവിയിൽ നിന്ന് തലേന്നുമൊക്കെ പറന്നുപോയി. അര മണിക്കൂർ വെച്ചിട്ടാണ് അവർ ഓരോ കാലും മസാജ് ചെയ്തത്. എനിക്ക് 3 ദിവസം കാല് തൊടാൻ പറ്റില്ലായിരുന്നു. ശേഷം ചായയുടെ സമയമായി. അങ്ങനെ ടീ കേക്കും നമ്മുടെ ഉള്ളിവടയും കാപ്പിയും ചായയും ലൈം ടീയും എല്ലാം കുടിച്ചു. ഈ ടൈമിലുള്ള ചായ എല്ലാം കോംപ്ലിമെൻ്ററിയാണ്. നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം ചാർജബിളാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് നേരം ടി കളിച്ചു. ഇപ്പോൾ
അപ്പോഴും തന്നെ ഏകദേശം സന്ധ്യ കഴിഞ്ഞ് രാത്രിയാകാറായി. സമയം പടപടാന്ന് പോയി. അങ്ങനെ ഡിന്നറിൻ്റെ ടൈമായി. ഇതൊരു മൊറോക്കൻ ചിക്കൻ സാലഡാണ്. പിന്നെ ഈ സാധനം ചോഞ്ചിങ് ചിക്കൻ, വായി കൊള്ളാത്ത ചിക്കനാണ്, ഏതോ ചൈനക്കാരുണ്ടാക്കിയ ചിക്കനാണ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നു. ഈ ഫുഡ് ഒന്നും കോംപ്ലിമെൻ്ററി അല്ല, ഇതെല്ലാം ചാർജബിളാണ്. ഫുഡാണെങ്കിലും നമ്മൾ ഇപ്പോൾ ജ്യൂസ് ആണെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാം ചാർജബിൾ തന്നെയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ കോംപ്ലിമെൻ്ററി. പിന്നെ നമ്മുടെ 4 മണിക്കുള്ള ചായയും കടിയും മാത്രം. ഈ ഇൻഡോർ ഗെയിംസും കോംപ്ലിമെൻ്ററിയാണ്. ഞാൻ ചോദിച്ചു പാമ്പും കട്ടയും ഉണ്ടോ, ലൂഡോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ റൂമിലേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. വെളിയിൽ നല്ല മഴയായിരുന്നു രാത്രി. മഴ തോർന്നപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നടക്കാനിറങ്ങി ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ കുറച്ച് ലേറ്റായി എണീച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ടൈം ആകുന്നതനുസരിച്ചാണ് എണീച്ചത്. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ദോശയും ഇടിയപ്പം, ഇഡ്ഡലി, പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഫുഡ് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ടൈം ഉണ്ടല്ലോ, അങ്ങനെ ടി വീണ്ടും കളിച്ചു. പിന്നെ നമുക്ക് പാക്ക് ചെയ്തൊക്കെ ഇറങ്ങാനുള്ള ടൈമായി. ആ കോമ്പൗണ്ടിൽ തന്നെ ഒത്തിരി സ്പേഷ്യസ് ആണ് ഈ ഒരു റിസോർട്ട്. നമുക്ക് ആ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ഒത്തിരിയും ടൈം വേണം. നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ നമ്മൾ പാക്കിങ് തുടങ്ങി. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴുണ്ട് ഇങ്ങനെ ഒരു ആമ്പൽ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂത്ത് നിൽക്കുന്നത് കണ്ടു. നല്ലൊരു ഭംഗിയുള്ളൊരു ആമ്പൽ. അതിനുശേഷം പിന്നെ നമ്മുടെ ചെക്കൗട്ട് പ്രൊസീജിയേഴ്സായി. പിന്നെ നമ്മളവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഉച്ചയ്ക്ക് 1 മണി അടുപ്പിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. അടുത്ത് യാത്ര തിരിച്ചു. വെളിയിൽ അടുക്കാൻ പറ്റാത്ത വെയിലും ചൂടുമാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു 35 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഇത് ഇനിയും കൂടും. അത് കാരണം നമുക്ക് അടുത്ത മഹാബലിപുരത്തുള്ള തന്നെ ഒരു ബീച്ചിൽ ഇറങ്ങി. നല്ല എനിക്ക് ബീച്ചസ് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അവിടെ ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ ഈ ഭയങ്കര വെയിലായത് കാരണം എനിക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഈ നട്ടുച്ചയ്ക്ക് ബീച്ചിൽ മനുഷ്യന്മാരാരും ബോധമുള്ളവർ പോവില്ലല്ലോ. എനിക്ക് പിന്നെ അവിടെ ആ ഒരു വഴി പാസ് ചെയ്ത് പോകുമ്പോൾ മഹാബലിപുരം ഫുൾ ഈ ബീച്ചസ് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഒരു നൈറ്റ് മാത്രം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് മഹാബലിപുരത്ത് പോയത്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ സ്ഥലങ്ങൾ കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നുമല്ല. ഞാനിതിപ്പോൾ ഒരു 3-ാമത്തെ 4-ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള അമ്പലങ്ങളും പരിസരവും എല്ലാം തന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുമുണ്ട്. ഒരു കൃഷ്ണാസ് ബട്ടർ കപ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലം, പിന്നെ ഒരു അവിടെയുള്ളൊരു ടെമ്പിൾ, അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളും പിന്നെ കുറച്ച് കൊത്തുപണികളുള്ള ഒത്തിരി പ്രതിമകളും എല്ലാം നമുക്കിവിടെ വാങ്ങിക്കാനും കാണാനും ഒക്കെ കിട്ടും. നല്ല റേറ്റുമാണ്. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഇതുപോലൊരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്ന കണ്ടത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസലൈനേഷൻ പ്രോജക്റ്റാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഡീസലൈനേഷൻ പ്രോജക്റ്റാണ്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇവർ ഈ ഉപ്പ് മാറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഇവിടെ ഈ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പണിയെല്ലാമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലത്തേക്കുള്ള കുടിവെള്ളത്തിനും പിന്നെ സീവേജ് പർപ്പസിനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ്. നല്ല ട്രാഫിക് ഒഴിഞ്ഞ നീണ്ട ഹൈവേ ആണ് ഇനി ചെന്നൈയിലേക്ക് എത്തുന്നിടം വരെയും. പക്ഷേ നല്ല പൊരിഞ്ഞ ചൂടാണ് വെളിയിൽ. ഈ കാറിൻ്റെ അകത്ത് AC ഇട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല ഭംഗിയാണ്. അതാകാൻ പുറത്തും ആൾക്കാരും കുറവാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിൽ കാരണം. പിന്നെ നമ്മൾ വഴിയോരത്ത് ഒരു കച്ചവടം ചെയ്യുന്നൊരു അപ്പൂപ്പൻ്റെ നിന്ന് മാങ്ങ വാങ്ങി. ആ അപ്പൂപ്പന് അവിടെ ഓർഗാനിക് ഫാമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ. എൻ്റെ കൊച്ചു വീഡിയോ തീർന്നു.